ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ സ്പെയിനിലെ ബാഴ്സലോണ എന്ന സ്ഥലത്താണുള്ളത് കേട്ടോ. ഇപ്പോൾ 45 മണിക്കൂർ റെസ്റ്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ 45 മണിക്കൂർ റെസ്റ്റിലൊക്കെ എടുക്കുമ്പോൾ ഫ്രീഗോ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഫ്രീഗോൻ്റെ ബാറ്റ് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് തണുപ്പൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രീഗോ സ്റ്റാർട്ട് ചെയ്തിടാൻ വേണ്ടി പറയുന്ന കമ്പനി രാവിലെ വൈകിട്ടൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഫ്രീഗോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചില പുതിയ വരുന്ന ഡ്രൈവർമാർക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്രീഗോ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. നമ്മളെ ഫ്രീഗോൻ്റെ ഡോർ ഇന്നലെ തുറന്നിട്ടത് ഇന്നലെ ലോഡ് ഫിഷ് സാൽമണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാഷ് ചെയ്തില്ല ലോഡ് ഇറക്കിയതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രീഗോ തുറന്നിട്ടത് കേട്ടോ, കാരണം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ. അപ്പോൾ ഈ ഫ്രീഗോന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം നമ്മൾ 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് 2 ഐറ്റം ഗുഡ്സ് കൊണ്ടുപോകാൻ കഴിയും. അതായത് ഒന്ന് -25 കാര്യങ്ങളൊക്കെയാണ് ആ ലോഡും കയറ്റുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ടെമ്പറേച്ചറിൽ, അതായത് +1 or 2 ഉള്ള ടെമ്പറേച്ചറിൽ ആ ലോഡ് വേണം അതും കയറ്റട്ടോ. അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉള്ള ഫ്രീഗോണ് ഈ കാണുന്നത് കേട്ടോ. രണ്ടാമത്തെ ഫ്രീഗോൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നമ്മൾ ഫ്രീഗോൻ്റെ സെപ്പറേറ്റ് ചെയ്യുന്ന ബോർഡാണ് കേട്ടത്. അതുകൊണ്ട് ഈ ബോർഡ് നമുക്ക് താത്തി വെച്ച് കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് 2 അറായിട്ട് കിട്ടും. അപ്പോൾ അത് രണ്ടുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഫ്രണ്ടിൽ അറവാണെങ്കിൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, അതിൻ്റെ ബാക്കിയുള്ള പാർട്ടുമാണെങ്കിൽ വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഇപ്പം നമ്മൾ ഫ്രീഗോൻ്റെ ഡോർ അടക്കാദ്യം. നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഗോ എങ്ങനെ സ്റ്റാർട്ടാക്കാമെന്നൊക്കെ നോക്കട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രീഗോൻ്റെ കമ്പനി ഷിമിറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഫ്രീഗോ ആണ് കേട്ടത്. 2-3-4 കമ്പനി ഉണ്ട്. ഷിമിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ തെർമോക്കിങ് ഉണ്ട്, പിന്നെ കരിയർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷിമിറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഫ്രീഗോ ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നിന് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഷിമിറ്റ്സിൻ്റെ ആണ് നോക്കാൻ പോകുന്നത്. ഇതിനും സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്വിച്ച്. ഞാൻ നേരത്തെ കൊണ്ട് തന്നെ 2 സെപ്പറേറ്റ് 2 അറാക്കാന്ന് പറഞ്ഞു അതിൻ്റെ കേട്ടോ. അതായത് ഒന്നാമത്തേലും നമുക്ക് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ രണ്ടാമത്തേലാണ് വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് അവിടെ 2 സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ ഉള്ളൂ, ഒറ്റയധികം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ തന്നെ ബട്ടണല്ലേ, അത് ആദ്യം ഓൺ ചെയ്യുക. ആണല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തിച്ച ഇതാ അവിടെ രണ്ടാമത്തെ ബട്ടൺ. എന്താ ഇത് ഇലക്ട്രിക് വയർ പോലെ കാണുന്നുണ്ടോ നിങ്ങൾ? അത് ഇലക്ട്രിക് ചെയ്യാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ലൈറ്റ് കത്തും. അതേമാതിരി ഇപ്പോൾ ഡീസൽ എഞ്ചിനായിട്ടാണ് കേട്ടോ ഈ താഴെയുള്ള ലൈറ്റ് കത്തുന്നത്. പിന്നെ അത് രണ്ടാമത്തെ വട്ടം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗ് ഉണ്ടല്ലേ, അത് നമുക്ക് പിന്നെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഇത് നോക്കി കഴിഞ്ഞാൽ അതാണല്ലേ, ഇത് ചെയ്യാതെ ലാംഗ്വേജ് വേണ്ടി ഇംഗ്ലീഷാണ്, നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറും, ഇംഗ്ലീഷായിട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് ഫ്രീഗോൻ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലാം എന്ന് പറഞ്ഞ ബട്ടണിൽ വാണിംഗ് വരും കേട്ടോ. പിന്നെ നമുക്ക് ഇതാണ് നമ്മളെ ഫ്രീഗോൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. വിളിച്ചായിട്ട് നമുക്ക് എത്ര ടെമ്പറേച്ചർ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്യും. താഴേക്കുള്ള ആരോ ചെയ്താൽ നിൽക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞ് വരും, മുകളിലേക്കുള്ള നിൽക്കി കഴിഞ്ഞാൽ കൂടി വരും കേട്ടോ. അപ്പം +2 ആക്കി കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക കഴിഞ്ഞാൽ അത് സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഈ നീല കാണുന്ന മസ്നോൻ്റെ ഒക്കെ ചിഹ്നം പോലെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീഗോ വർക്ക് ചെയ്യണേ. നമ്മളത് ഫ്രീഗോ സ്റ്റാർട്ട് അപ്പോൾ എത്ര പണിയുള്ളൂ കേട്ടോ ഫ്രീഗോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ പുതിയ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കുന്നത്. നമുക്ക് ഫ്രീഗോ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതാ ഈ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്താൽ കേട്ടോ, അതാ ഫ്രീഗോ ഓഫായി. അത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.